Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധം. LDF അങ്കമാലി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി കേരളത്തെ ശ്വാസം മുട്ടിക്കും. കേന്ദ്ര സർക്കാർ തുണയട്ടെ, നരേന്ദ്രമോദി തുണയട്ടെ. അങ്കമാലി TB ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ എത്തിയപ്പോൾ പോലീസ് തടഞ്ഞു. ധർണാ സമരം CPIM ജില്ലാ കമ്മിറ്റി അംഗം R. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതിനു മുമ്പ് കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കുന്ന കാലയളവിലും കേരളത്തോട് നല്ല നിലയിൽ അവഗണന ഉണ്ടായിരുന്നു. AK ആന്റണി അടക്കം 8 മന്ത്രിമാർ കേരളത്തിൽ നിന്ന് കേന്ദ്ര മന്ത്രിസഭയിൽ ഉള്ളപ്പോഴും കേരളത്തോട് അവഗണനയായിരുന്നു. ആ അവഗണനയുടെ തുടർച്ചയിൽ BJP വന്നതിന് ശേഷം അതികഠിനമായി അവഗണന എന്നുള്ളത് മാത്രമല്ല, ഫെഡറൽ സംവിധാനത്തെ തകർത്തുകൊണ്ട് ഒരു സംസ്ഥാന ഗവൺമെന്റിനെ എങ്ങനെയെല്ലാം ഞെരുക്കാമോ ആ നിലയിൽ ഞെരുക്കുന്നതിനാവശ്യമായിട്ടുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് BJP ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ അവഗണന മാത്രമല്ല, സംസ്ഥാനത്തെ തകർക്കുക എന്നുള്ളതാണ് കാരണം. എന്താ അതിന്റെ കാര്യം? തികഞ്ഞ രാഷ്ട്രീയമാണ്. രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന തെറ്റായിട്ടുള്ള നയങ്ങൾ, ആ നയങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുക എന്നുള്ളത് മാത്രമല്ല, ആ നയങ്ങൾക്ക് ബദലായി ഇടതുപക്ഷ ബദൽ ഉയർത്തിക്കൊണ്ട് കേരളത്തിനകത്ത് മുന്നോട്ട് പോകും. CPI മണ്ഡലം സെക്രട്ടറി M. മുകേഷ് അധ്യക്ഷത വഹിച്ചു. നമുക്കറിയാം, ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും വരുമാനം പങ്കിടുമ്പോൾ തന്നെ തിരിച്ച് സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട വിഹിതത്തിൽ ജനാധിപത്യത്തിന്റെ ആ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ട് വികസന പ്രവർത്തനത്തെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ന് ഭരിക്കുന്ന യൂണിയൻ ഗവൺമെന്റിന് ഉണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ ബഡ്ജറ്റുകളിലൊക്കെ തന്നെ എവിടെയാണോ അടുത്ത തെരഞ്ഞെടുപ്പ് വരിക, ആ സംസ്ഥാനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള BJPക്ക് അധികാരം പിടിക്കാൻ വേണ്ടിയുള്ള ഒരു ബഡ്ജറ്റാണ് എല്ലായ്പ്പോഴും അവതരിപ്പിക്കുന്നത്. LDF നേതാക്കളായ KB രജീഷ്, ജോസ് തെറ്റിയിൽ, KK ഷിബു, ജോർജ് കുര്യൻ, മാർട്ടിൻ മുണ്ടാടൻ, ജെയ്സൺ പാനിക്കുളങ്ങര, ദേവസിക്കുട്ടി പൈനടത്ത്, മനോജ് നാൽപ്പാടൻ, K. തുളസി എന്നിവർ സംസാരിച്ചു. കേരളത്തിനായിട്ട് ഒരു പദ്ധതി പോലും ഈ നിലവിൽ അവതരിപ്പിച്ചമായിട്ടുള്ള എയിംസ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പൊ എയിംസ് അനുവദിച്ചു കഴിഞ്ഞു ഏകദേശം. ഇനി ഏതെങ്കിലും സംസ്ഥാനത്തെ എയിംസ് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം ജീവ ഇന്നർവേൾഡ് CVR ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി അങ്കമാലി.